ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയത്തക്ക രീതിയിലുള്ള മോഡിഫിക്കേഷൻ ഒന്നും എക്സ്ട്രാ ചെയ്യേണ്ടാത്ത രീതിയിലാണ് കേട്ടോ നമ്മുടെ ഫോർച്യൂണർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റിയറിംഗിന്റെ ചന്തത്തിൽ ഞങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് പുതിയൊരു ചന്തക്കാർ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിരീക്ഷണത്തിലായിരുന്നു കേസ്. 2 ദിവസമായിട്ട് ഞങ്ങൾ അങ്ങനെ കുത്തിയിരുന്ന് കണ്ടുപിടിച്ച ഷോപ്പിലേക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അങ്ങനെ വന്ന പാടെ തന്നെ നമ്മൾ വന്ന കാര്യത്തിനാണ് കേട്ടോ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് അവിടെ ഇരുന്ന സ്റ്റിയറിംഗ് മൊത്തം ഇളക്കി വാരി വിരകി അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഏറ്റവും അവസാനം ഈ ഒരു സ്റ്റിയറിംഗിലാണ് കേട്ടോ എന്റെ കണ്ണുടക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം കാണാൻ കുറച്ചും കൂടെ ഭംഗി അതിനായിരുന്നു കേട്ടോ. പക്ഷെ ഭംഗിക്കല്ല കേസ്, കംഫർട്ടിനാണ് കേട്ടോ നമ്മൾ മോർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്ത ആ ഒരു സ്റ്റിയറിംഗിന്റെ ഹോണിന്റെ സെക്ഷൻ കുറച്ച് ഹാർഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് ആണ് കേട്ടോ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റിയറിംഗ് നമ്മൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഫിറ്റിംഗ് പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആണ്. അത് മാത്രമല്ല ഗൈസ്, ഒരു 23,000 റുപ്പീസ് തൊട്ട് ഇവിടെ സ്റ്റിയറിംഗ് ഒക്കെ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ എടുത്തത് അറൌണ്ട് ഒരു 32,000 ആണ് കേട്ടോ. സ്റ്റിയറിംഗിന്റെ റേറ്റ് മാത്രമാണ് ഞാൻ പറഞ്ഞത്, ഫിറ്റിംഗ് എക്സ്ട്രാ ആയിരിക്കും കേട്ടോ. ആ സ്റ്റിയറിംഗ് മാറിയപ്പോൾ തന്നെ അതിന്റെ ഇന്റീരിയർ ലുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഷോപ്പ് വരുന്നത് കൊട്ടാരക്കര ബ്രോമാക്സ് പ്രീമിയം ഓട്ടോ ഡീറ്റെയിലിംഗ് ഹബ് ആണ് കേട്ടോ. നമ്പർ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഈ കൈൻഡ് ഓഫ് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അടിപൊളി സർവീസ് ആണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് ചെയ്യുന്നപ്പോഴാണ് കേട്ടോ ഈ കാണുന്ന വെറൈറ്റി സ്നാക്സ് ഒക്കെ ഇരിക്കുന്ന കൗണ്ടർ ഞങ്ങളുടെ കണ്ണിൽ പെടുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ വണ്ടി സൈഡിലോട്ട് നോക്കി ഈ കാണുന്ന ബൂസ്റ്റ് വാങ്ങി ഒരു പാത്രത്തിൽ അത്യാവശ്യം വേണ്ടുന്ന കടികളൊക്കെ എടുത്തോണ്ട് ഞങ്ങളൊരു സൈഡിലോട്ട് അങ്ങ് ഇരുന്ന് കേട്ടോ. ഈ കാണുന്നതാണ് പോക്കറ്റ് ഷവർമ. ഇത് 1.5 ഐറ്റമാണ് ഗൈസ്. ഒരെണ്ണം കഴിച്ചാൽ തന്നെ ഒരാളുടെ വയറ് നിറയുന്നത് ഇത് തന്നെ ധാരാളം. പിന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കട്ട്ലറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വേറെയും കുറെ സ്നാക്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ 2 പേരെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വലുതായിട്ട് ആക്രാന്തിക്കാൻ നിന്നില്ല ഗൈസ്. പിന്നെ നമ്മൾ നേരെ ഷോപ്പിലോട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. വേറൊരു കിസ്മത്ത് പണിയും കൂടെ ചെയ്ത് തീർക്കാനുണ്ട് ഗൈസ്. വേറൊന്നുമല്ല, ഓൾറെഡി നമ്മുടെ വണ്ടിയിലിരിക്കുന്ന കമ്പനി സ്പോയിലർ ആണ്. അത് വൈറ്റ് കളറാണ് കേട്ടോ. അതിന്റെ കളർ ഒന്ന് മാറ്റി ബ്ലാക്ക് അടിച്ചൊന്ന് കുട്ടപ്പനാക്കി കയറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നേരെ ഷോപ്പിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു വൈറ്റ് മാറി ബ്ലാക്ക് ലുക്ക് വന്നപ്പോൾ തന്നെ വണ്ടിയുടെ ആ ഒരു ഔട്ട്ലുക്ക് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു ആഗ്രഹം കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ കൃതാർത്ഥരായി ഗൈസ്. അപ്പൊ അത്രയുള്ളൂ. സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ.